Hi students, അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രിഗേറ്റ്സ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രിഗേറ്റ്സിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്സ്ചർ ഒക്കെ ആയിരുന്നു നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമുക്ക് ബാക്കി റിമൈനിങ് പ്രോപ്പർട്ടീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. So specific gravity. The ratio of weight of oven dried aggregates maintained for 24 hours at a temperature of 100 to 120 degrees Celsius to the weight of equal volume of water displaced by saturated dry surface aggregate is known as specific gravity of aggregates. So എന്താണ് specific gravity of aggregates എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ it is a ratio of എന്തിന്റെയൊക്കെ ratio ആണ്? Weight of oven dried aggregates to the weight of equal volume of water displaced by saturated dry surface aggregates. Oven dried aggregates എന്ന് പറയുമ്പോൾ 24 hours 100 to 120 degrees Celsius keep ചെയ്തിട്ടുള്ള oven dried aggregates saturated dry surface aggregate displace ചെയ്യുന്ന equal volume of water. ഇത് തമ്മിലുള്ള ratio ആണ് specific gravity എന്ന് പറയുന്നത്. Ratio of weight of oven dried aggregates to the weight of equal volume of water displaced by saturated dry surface aggregate. Saturated dry surface aggregate displace ചെയ്യുന്ന equal volume of water. ഇത് തമ്മിലുള്ള ratio ആണ് specific gravity എന്ന് പറയുന്നത്. ഇനി specific gravity എന്ന് പറയുമ്പോൾ mainly two types of specific gravity is there. Apparent specific gravity and bulk specific gravity. Two types ആണുള്ളത്. ഏതൊക്കെയാ? Apparent specific gravity യും bulk specific gravity. Specific gravity is a mean to decide the suitability of the aggregate. It is a mean to decide the suitability of aggregate. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ specific gravity എന്ന് പറയുന്നത് low ആണെന്നുണ്ടെങ്കിൽ low specific gravity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോറസ് ആയിരിക്കും അഗ്രിഗേറ്റ്, വീക്ക് ആയിരിക്കും, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് വിൽ ബി ആൻ അബ്സോർപ്റ്റീവ് മെറ്റീരിയൽ. സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുക എന്നാണ് മീൻ ചെയ്യുന്നതെങ്കിൽ, സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജനറലി ഇൻഡിക്കേറ്റ്സ് പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയാന്ന് വെച്ചാൽ എന്താ? അവിടെ വാട്ടർ കണ്ടന്റ് കൂടുക എന്നുള്ളതല്ലേ, അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ടർ വാല്യൂ നമ്മൾ പറഞ്ഞു വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞല്ലേ, അതായത് വെയിറ്റ് ഓഫ് ഓവൻ ഡ്രൈഡ് അഗ്രിഗേറ്റ്സ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ. അവിടെ വാട്ടർ കൂടുമ്പോഴായിരിക്കുമല്ലോ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ കുറയുക. അപ്പൊ കുറയാന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് കൂടുതൽ പോറസ് ആയിരിക്കും, വീക്ക് ആണ്, അതുപോലെ തന്നെ ആൻഡ് അബ്സോർപ്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കും. Whereas high specific gravity കൂടി എന്ന് പറഞ്ഞാൽ, specific gravity കൂടുതലാണ് എന്ന് പറഞ്ഞാൽ indicates a material of good quality മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ specific gravity കുറഞ്ഞാൽ porous, weak and absorptive material. High specific gravity ആണെങ്കിൽ, specific gravity കൂടുകയാണെങ്കിൽ it indicates good quality. Okay. ഇനി മേജർ അഗ്രിഗേറ്റ്സിന്റെ ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ച് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് സാധാരണയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓവർസിയർ പോലുള്ള എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റൻ കൂടിയാണത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റിന്റെ റേഞ്ച് എത്രയാണ്? 2.6 to 2.9 ആണ്. അഗ്രിഗേറ്റ്സ് റേഞ്ച് എന്ന് പറയുന്നത് 2.6 to 2.9 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മേജർ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. Specific gravity values are also used while designing concrete mix. Concrete mix ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? Specific gravity values എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Specific gravity values are used while designing concrete mix. Concrete mix design ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? Specific gravity values of aggregates നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. Bulk density എന്ന് പറഞ്ഞാൽ, bulk density of aggregates is the mass of aggregates required to fill the container of a unit volume. ഒരു യൂണിറ്റ് വോളിയം കണ്ടെയ്നർ ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള mass of aggregates ആണ് നമ്മൾ എന്ത് പറയുക? Bulk density എന്ന് പറയുന്നത്. Bulk density എന്ന് പറയുമ്പോൾ അത് മെയിൻലി 3 ഫാക്ടേഴ്സിനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാ? ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്സിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസിന്റെ ഷേപ്പിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൾക്ക് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? മാസ് ഓഫ് അഗ്രിഗേറ്റ്സ് റിക്വയർഡ് ടു ഫിൽ ദ കണ്ടെയ്നർ ഓഫ് യൂണിറ്റ് വോളിയം ആഫ്റ്റർ ദ അഗ്രിഗേറ്റ്സ് ആർ ബാച്ച്ഡ് ബേസ്ഡ് ഓൺ വോളിയം ബാച്ചിങ് ചെയ്തതിന് ശേഷം ആ ഒരു യൂണിറ്റ് വോളിയം ഉള്ള കണ്ടെയ്നർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാസ് ഓഫ് അഗ്രിഗേറ്റ്സ്, അതാണ് ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ബൾക്ക് ഡെൻസിറ്റി മെയിൻലി ഡിപെൻഡ് ചെയ്യുക
ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ബൾക്ക് ഡെൻസിറ്റി കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് ഇവിടെ അഗ്രിഗേറ്റ്സിന് ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ അഗ്രിഗേറ്റ്സിന് ഇടയിൽ എന്തുണ്ടാവും? കൂടുതൽ സ്പേസ് ഉണ്ടാവും. ഓക്കെ, ഇനി ബൾക്ക് ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടെ സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണല്ലോ. അഗ്രിഗേറ്റ്സ് ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറവാണ് അല്ലെ. അഗ്രിഗേറ്റ്സ് ഇടയിലുള്ള സ്പേസ് നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ കുറവാണ് അഗ്രിഗേറ്റ്സ് ഇടയിലുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ കമ്പയറിംഗ് ടു ദിസ് ഫിഗർ അല്ലെ. ഈ ഫിഗർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ലെസ് പോർ സ്പേസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? വെയിറ്റ് കൂടും. കാരണം മാക്സിമം കോമ്പാക്ട് ആയിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ആ ഒരു കണ്ടെയ്നറിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ലോവർ വെയിറ്റ് ഡെൻസിറ്റി ആണെങ്കിൽ, വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറവാണ് എന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് കുറവായിരിക്കും, അതുപോലെ സ്പേസ് കൂടുതലായിരിക്കും. ഇനി ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലാന്ന് പറഞ്ഞാലോ അവിടെ വെയിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവും ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് വോയിഡ്സ് എന്നുള്ള കാര്യമാണ്. The empty spaces between the aggregate particles are known as voids. അതായത് അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസിനിടയിലുള്ള empty സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? voids എന്ന് പറയുക. ഈ empty spaces between aggregate particles are known as voids. empty spaces between aggregate particles-നെയാണ് ഞാൻ എന്തെന്ന് പറയുക? voids എന്ന് പറയുക. The volume of void equals the difference between gross volume of aggregate mass and volume occupied by the particles around. അപ്പോ aggregate massന്റെ gross volume, it is the difference between gross volume of the aggregate mass and the volume occupied by the particle alone. volume occupied by the particle alone അല്ലെ. എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഗ്രോസ് വോളിയം എന്ന് വെച്ചാൽ അവിടെയുള്ള അവിടെ ഒരു അഗ്രിഗേറ്റ് മാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ വോളിയം ആണ് അല്ലെ. ഇനി അതിനകത്ത് ആ പാർട്ടിക്കിൾ മാത്രം ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന വോളിയം ഞാൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് കിട്ടും? ടോട്ടൽ അവിടെയുള്ള വോയിഡ്സ് എത്രയാണ് എന്നുള്ള കാര്യം എനിക്ക് കിട്ടൂലെ. അതായത് ഒരു അഗ്രിഗേറ്റ് മാസ് ഞാൻ എടുക്കുന്നു, അപ്പൊ ആ അഗ്രിഗേറ്റ് മാസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ അഗ്രിഗേറ്റ്, ഇപ്പൊ ഇതാണ് ഇങ്ങനെ ഇതൊരു അഗ്രിഗേറ്റ് മാസ് ആണെന്ന് വിചാരിച്ചോളെ. ഇതൊരു അഗ്രിഗേറ്റ് മാസ് ആണെന്ന് വിചാരിച്ചോളുക. ഇത് മൊത്തം അഗ്രിഗേറ്റ്സ് ആണ്. അപ്പൊ ഗ്രോസ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോട്ടൽ, ഇതിന്റെ ടോട്ടൽ മാസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടോട്ടൽ മാസ് ആണെന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രോസ് വോളിയം അല്ലെ. ഈ ടോട്ടൽ വോളിയം ആണ് ഗ്രോസ് വോളിയം എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് ഞാൻ ഈ പാർട്ടിക്കിൾ വോളിയം മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് കിട്ടും? ബാക്കി റിമൈനിങ് എന്ന് പറയുന്നത് അവിടെയുള്ള വോയിഡ്സ് ആയിരിക്കില്ലേ. അപ്പൊ എന്താണ് വോയിഡ്സ് എന്ന് വെച്ചാൽ വോയിഡ്സ് is the volume of voids equal to, ഇനി അത് ഗ്രോസ് വോളിയം ചെയ്തു, ഗ്രോസ് വോളിയം മൈനസ് വോളിയം ചെയ്യുമ്പോൾ എനിക്ക് ഈ പറയുന്ന ഗ്യാപ്പ് എത്രയാണ് ഇവിടെയുള്ള സ്പേസ്, ആ സ്പേസ് ആയിരിക്കും ഇനി കിട്ടുന്നത്. അതാണ് അവിടുത്തെ വോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് വോയിഡ്സ് ഈക്വൽസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് വോളിയം ഓഫ് അഗ്രിഗേറ്റ്സ്, ഗ്രോസ് വോളിയം ഓഫ് അഗ്രിഗേറ്റ് മാസ് ആൻഡ് ദ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ പാർട്ടിക്കിൾസ് അലോൺ. അതിനെയാണ് ഞാൻ എന്തെന്ന് പറയുക? വോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയേണ്ടത് പോറോസിറ്റി ആൻഡ് അബ്സോർപ്ഷൻ എന്താണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. The minute holes formed in rocks during solidification of the molten magma due to air bubbles are known as pores. അപ്പൊ pores എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ minute holes formed in the rocks. parent rock എടുത്തു കഴിഞ്ഞാൽ solidification, അതായത് molten magmയുടെ solidification സമയത്തായിരിക്കും ഈ മൈന്യൂട്ട് ഹോൾസ് അവിടെ ഉണ്ടാവുക. എവിടെ? പാരന്റ് റോക്കിൽ ഉണ്ടാവുക. അപ്പൊ ഇത് പാരന്റ് റോക്കിൽ ഉണ്ടാവാൻ മെയിൻ കാരണം വെച്ചാൽ ഈ എയർ ബബിൾസ് കാരണമാണ് പാരന്റ് റോക്കിൽ മോൾട്ടൺ മാഗ്മയുടെ സോൾഡിഫിക്കേഷൻ സമയത്ത് എന്ത് ഫോം ചെയ്യാം? മൈന്യൂട്ട് ഹോൾസ് ഉണ്ടാവുന്നത്. അതിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? പോർസ് എന്ന് പറയുന്നത്. അപ്പൊ റോക്സ് കണ്ടെയ്നിങ് പോർസ് ആർ കോൾഡ് as പോറസ് റോക്ക് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പറയുന്നു. അപ്പൊ പോറോസിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ് റോക്ക് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം ഇത് സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ വഴി എന്ത് ചെയ്യുന്നു? റോക്ക് ഫോം ചെയ്യും. അത് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെയുള്ള എയർ ബബിൾസ് കാരണം മൈന്യൂട്ട് ഹോൾസ് എന്ന് പറയുന്നത് എവിടെ ഫോം ചെയ്യും? റോക്സിൽ, അതായത് പാരന്റ് റോക്കിൽ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഇനി വാട്ടർ അബ്സോർപ്ഷൻ may be defined as the difference between the weight of very dry aggregates and the weight of saturated aggregates with the surface dry condition.
അപ്പൊ വാട്ടർ അബ്സോർപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ്സിന്റെ വെയിറ്റ് ഓഫ് ഡ്രൈ വെയിറ്റ് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നു മൈനസ് വെയിറ്റ് ഓഫ് സാച്ചുറേറ്റഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നതായിരിക്കും അവിടെയുള്ള വാട്ടർ അബ്സോർപ്ഷൻ. ഇപ്പൊ ഡ്രൈ അഗ്രിഗേറ്റ് എടുത്തു അല്ലെ, ഡ്രൈ അഗ്രിഗേറ്റും അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് സാച്ചുറേറ്റഡ് അഗ്രിഗേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അല്ലെ. വെയിറ്റ് ഓഫ് സാച്ചുറേറ്റഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വന്നിട്ടുണ്ട്, വാട്ടറും കൂടെ ആ പറയുന്ന ഈ റോക്കിനകത്തുള്ള പോറസ് സ്പേസിനകത്ത് വാട്ടറും കൂടെ ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ വെയിറ്റ് ഓഫ് വെരി ഡ്രൈ അഗ്രിഗേറ്റ്സ് ആൻഡ് വെയിറ്റ് ഓഫ് സാച്ചുറേറ്റഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് മോയ്സ്ചർ കണ്ടന്റ്, അവിടെയുള്ള മോയ്സ്ചർ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ എനി ഓഫ് ദ ഫോർ കണ്ടീഷൻ. ഇറ്റ് ക്യാൻ നാല് കണ്ടീഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഡ്രൈ അഗ്രിഗേറ്റ് ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യാം. നാല് കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഫസ്റ്റ് കണ്ടീഷൻ വെരി ഡ്രൈ അഗ്രിഗേറ്റ്, അതായത് അവിടെ മോയ്സ്ചർ ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കണ്ടീഷൻ ഡ്രൈ അഗ്രിഗേറ്റ് ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യും, അതായത് കണ്ടെയ്നിങ് സം മോയ്സ്ചർ ഇൻ ഇറ്റ്സ് പോർസ്. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, വെരി ഡ്രൈ അഗ്രിഗേറ്റ്. വെരി ഡ്രൈ അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ എന്താ, ഈ പോയിന്റ് ഓർമ്മിക്കുക, അവിടെ മോയ്സ്ചർ ഒന്നും ഉണ്ടാവില്ല. വെരി ഡ്രൈ അഗ്രിഗേറ്റ് ആണെങ്കിൽ അവിടെ മോയ്സ്ചർ ഒന്നും ഉണ്ടാവില്ല. ഡ്രൈ അഗ്രിഗേറ്റ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, there will be some moisture, അവിടെ കുറച്ച് മോയ്സ്ചർ അവിടെ എന്ത് ചെയ്യും, ഉണ്ടാകും. സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ അഗ്രിഗേറ്റ്, ഡ്രൈ അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ അഗ്രിഗേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ porous completely filled with moisture but no moisture on the surface, അതായത് അതിന്റെ സർഫസ്, ആ അഗ്രിഗേറ്റ് മാസിന്റെ സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡ്രൈ ആയിരിക്കും. സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ അഗ്രിഗേറ്റ്സ്, അതായത് പോറസ് സ്പേസ്, അഗ്രിഗേറ്റ്സിനകത്തുള്ള പോറസ് സ്പേസ് കംപ്ലീറ്റ്ലി എന്തുകൊണ്ട് ഫിൽ ആയിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് മോയ്സ്ചർ ആയിരിക്കും. പക്ഷെ മോയ്സ്ചർ ഓൺ ദ സർഫസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡ്രൈ ആയിരിക്കും. ഓക്കെ, സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ അഗ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ പോറസ് സ്പേസ് കംപ്ലീറ്റ്ലി മോയ്സ്ചർ ഫിൽ ചെയ്തിട്ടുള്ളതാണെങ്കിലും സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ മോയ്സ്ചർ ഒന്നും ഉണ്ടാവില്ല, ഇറ്റ് ഈസ് ഡ്രൈ. അതാണ് സാച്ചുറേറ്റഡ് ഡ്രൈ സർഫസ് അഗ്രിഗേറ്റ്സ്. ഇനി മോയ്സ്ചർ ഓർ വെറ്റ് അഗ്രിഗേറ്റ്സ്, എന്ന് പറയുന്നതാണ് നാലാമത്തെ ടൈപ്പ്. അതായത് പോറസ് ആർ ഫിൽഡ് വിത്ത് മോയ്സ്ചർ ആൻഡ് ഓൾസോ ഹാവിംഗ് മോയ്സ്ചർ ഓൺ ദ സർഫസ്, അതായത് ആ അഗ്രിഗേറ്റ് മാസിനെ എടുത്തു കഴിഞ്ഞാൽ ആ അഗ്രിഗേറ്റ് മാസിന്റെ സർഫസിലും എന്തുണ്ടാവും, മോയ്സ്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ പോറസ് സ്പേസിലും എന്തുണ്ടാവും, അഗ്രിഗേറ്റ്സ് ഉണ്ടാവും. മോയ്സ്ചർ ഓൺ വെറ്റ് അഗ്രിഗേറ്റ്സ്, moist or wet aggregates, porous are filled with moisture, ആ porous space ഒക്കെ വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ ഫിൽഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ മോയ്സ്ചർ ഓൺ ദ സർഫസ്, അതിന്റെ സർഫസിലും എന്തുണ്ടാവും, മോയ്സ്ചർ ഉണ്ടാവും. സോ ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇൻക്രീസ് ഇൻ ദ ബൾക്ക് വോളിയം ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് സാൻഡ്. അതായത് ഞാനിപ്പോ മോയിസ്റ്റ് സ്റ്റേറ്റിലും, അതായത് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്, മോയിസ്റ്റ് വോളിയം ഉണ്ടാവും, അതായത് മോയിസ്റ്റ് കണ്ടീഷനിലുള്ള അതിനൊരു പർട്ടിക്കുലർ വോളിയം ഉണ്ടാവും അല്ലെ. ഞാൻ അതിനെ VM എന്ന് കൺസിഡർ ചെയ്യുന്നു വിചാരിച്ചോ, അതിനൊരു VM എന്നൊരു ഞാൻ അതിനെ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഡ്രൈ കണ്ടീഷനിലും അതിനൊരു വോളിയം ഉണ്ടാവും. ഓക്കെ, ഡ്രൈ കണ്ടീഷനിൽ അതിനൊരു വോളിയം ഉണ്ട്, ഞാൻ അതിനെ VD എന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഡ്രൈ വോളിയം എന്ന് കൺസിഡർ ചെയ്തു. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൾക്ക് വോളിയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ it can be defined as the increase in bulk volume. ഇപ്പൊ ഡ്രൈ കണ്ടീഷനിൽ നിന്നും മോയ്സ്ചർ കണ്ടീഷനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ വോളിയം, അതിനെയാണ് നമ്മൾ ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് മോയ്സ്റ്റ് സാൻഡ് ഡ്യൂ ടു ദ വോളിയം ഓഫ് സാൻഡ് വെൻ ഡ്രൈ ഈസ് കോൾഡ് ബൾക്കിംഗ് ഫാക്ടർ. അപ്പൊ റേഷ്യോ ഓഫ് വോളിയം ഓഫ് മോയ്സ്റ്റ് സാൻഡിന്റെ വോളിയം ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഡ്യൂ ടു ദ വോളിയം ഓഫ് ഡ്രൈ സാൻഡ് എന്ന് പറയുന്നതാണ് ഞാൻ എന്ത് പറയുക, ബൾക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. വോളിയം ഓഫ് മോയ്സ്റ്റ് സാൻഡ് ബൈ ഡ്രൈ വോളിയം എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, ബൾക്കിംഗ് ഫാക്ടർ. അതിനെ പറയുന്നത് ബൾക്കിംഗ് ഫാക്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ മോയിസ്റ്റ് കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പർട്ടിക്കുലർ വോളിയം ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഡ്രൈ കണ്ടീഷനിൽ ഒരു വോളിയം ഉണ്ടാവും. അപ്പോൾ ഡ്രൈ കണ്ടീഷനിൽ നിന്ന് മോയിസ്റ്റ് കണ്ടീഷനിലോട്ട് മാറുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ വോളിയം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബൾക്ക് വോളിയം എന്ന് പറയുന്നത്. ഫൈൻ സാൻഡ്സ് ബൾക്ക് മോർ ദാൻ കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് സാൻഡിനേക്കാൾ കൂടുതലായിട്ട് ബൾക്കിംഗ് സംഭവിക്കുന്നത് ഏതിനായിരിക്കും, ഫൈൻ സാൻഡിനായിരിക്കും കൂടുതലായിട്ട് ബൾക്കിംഗ് സംഭവിക്കുക. ഓക്കെ, ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ദ ബൾക്ക് വോളിയം ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് ഇൻ എ മോയിസ്റ്റ് കണ്ടീഷൻ ഓവർ ദ വോളിയം ഓഫ് ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് dry or completely saturated sand.
when dry water when water is added to dry and loose sand, ഇപ്പൊ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഡ്രൈ അല്ലെങ്കിൽ ലൂസ് സാൻഡിലൂടെ ആഡ് ചെയ്യുമ്പോൾ a thin film of water is formed around the sand particles. അവിടെയുള്ള വാട്ടർ ആഡ് ചെയ്യണം, ഒരു ലൂസ് സാൻഡ്, അതിലോട്ട് ഞാൻ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു തിൻ ഫിലിം ഓഫ് വാട്ടർ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. എവിടെ? സാൻഡ് പാർട്ടിക്കിൾസിന്റെ സറൗണ്ടിങ്ങിൽ ഒരു തിൻ ഫിലിം ഓഫ് വാട്ടർ അവിടെ ഫോം ചെയ്യുന്നു. ഇന്റർലോക്കിംഗ് ഓഫ് എയർ in between the sand particles and the film of water tends to push the particles apart due to the surface tension and thus increase the വോളിയം. ഇപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ അഗ്രിഗേറ്റ് മാസ് എടുത്തു കഴിഞ്ഞാൽ ആ അഗ്രിഗേറ്റ് മാസിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ആദ്യം ഒരു ലൂസ് സാൻഡ് എടുത്തു. ലൂസ് സാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ ലൂസ് സാൻഡിലോട്ട് ഞാൻ എന്ത് ആഡ് ചെയ്യാണ്? വാട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലൂസ് സാൻഡിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അഗ്രിഗേറ്റ് ഇതാണെങ്കിൽ അഗ്രിഗേറ്റിന് ചുറ്റും എന്ത് സംഭവിക്കും? ഒരു തിൻ ഫിലിം ഓഫ് വാട്ടർ എന്ത് ചെയ്യുന്നു? ആ ഓരോ സാൻഡ് പാർട്ടിക്കിൾസ്, ഇൻഡിവിജ്വൽ സാൻഡ് പാർട്ടിക്കിൾസിനിടയിലും എന്ത് സംഭവിക്കും? ഒരു തിൻ ഫിലിം ഓഫ് വാട്ടർ വരും. അപ്പൊ ഇന്റർലോക്കിംഗ് ഓഫ് എയർ ഇൻ ബിറ്റ്വീൻ ദ സാൻഡ് പാർട്ടിക്കിൾസ്. അപ്പം സാൻഡ് പാർട്ടിക്കിൾസിനിടയിൽ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി എയർ ഉണ്ടാവുമല്ലോ, എയർ ചെറിയ എയർ വോയിഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ തിൻ ഫിലിം ഓഫ് വാട്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ tends to push the particles apart. അതായത് ഈ പറയുന്ന ഈ എയർ ഇപ്പൊ നോർമലി ഉണ്ടായിരുന്ന, ഇപ്പൊ ഇങ്ങനെ അഗ്രിഗേറ്റ് ഇരുന്നുണ്ടെങ്കിൽ ഇതിനിടയിലോട്ട് എന്ത് സംഭവിക്കും? ഒരു തിൻ ഫിലിം ഓഫ് വാട്ടർ വരികയാണ്. ഈ തിൻ ഫിലിം ഓഫ് വാട്ടർ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ബാക്കിയുള്ള സറൗണ്ടിങ് അഗ്രിഗേറ്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ടാവും? പുഷ് ചെയ്യുന്നുണ്ടാവും. ഇത് സറൗണ്ടിങ് അഗ്രിഗേറ്റ്സ് എന്ത് ചെയ്യുന്നു? ഒരു പുഷ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പുഷ് ചെയ്യുന്ന കാരണം എന്താ? സർഫസ് ടെൻഷൻ ആണ് അവിടെയുള്ള കാരണം. സർഫസ് ടെൻഷൻ കാരണം എന്ത് സംഭവിക്കും? ഈ സറൗണ്ടിങ് അഗ്രിഗേറ്റ്സിനെ അത് പുഷ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ എന്ത് സംഭവിക്കും? അവിടെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ആ ഇൻക്രീസ് ഇൻ വോളിയത്തിന് റീസൺ. അപ്പൊ നോർമലി അഗ്രിഗേറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോളാം. അപ്പൊ അഗ്രിഗേറ്റ്സിന്റെ സറൗണ്ടിങ് ആയിട്ട് എന്ത് വരുന്നു? ഒരു തിൻ ഫിലിം വരുന്നു. ഈ തിൻ ഫിലിം എന്ത് ചെയ്യും? ബാക്കിയുള്ള അഗ്രിഗേറ്റ്സിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യാൻ തുടങ്ങും? പുഷ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇൻക്രീസ് ഇൻ വോളിയം അവിടെ സംഭവിക്കും. there will be an increase in the volume. Okay. But in case of fully saturated sand, ഇപ്പൊ ഞാൻ fully saturated sand ആണ് എടുക്കുന്നതെങ്കിൽ water films are broken and the volume becomes equal to that of the dry sand. ഇപ്പൊ fully saturated ആയി കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഡ്രൈ സാൻഡിന്റെ കേസ്, ഡ്രൈ കണ്ടീഷൻ മാത്രമേ പറഞ്ഞു. അപ്പൊ fully saturated എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? അതും വോളിയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡ്രൈ സാൻഡിന്റെ കണ്ടീഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ fully saturated ആയി കഴിഞ്ഞാൽ ഇതിന് ഈ പറയുന്ന അഗ്രിഗേറ്റ്സിന് സറൗണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരുന്നു? ഒരു തിൻ ഫിലിം ഓഫ് വാട്ടർ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? ഈ തിൻ ഫിലിം ഓഫ് വാട്ടർ അങ്ങ് ബ്രേക്ക് ആയി പോകും. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? ദാറ്റ് വോളിയം വിൽ ബി ഈക്വൽ ടു വോളിയം ഓഫ് ദ ഡ്രൈ സാൻഡ്. ആ വാട്ടർ ഫിലിംസ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ആവുന്നു. അത് ബ്രേക്ക് ആയിട്ട് അത് ഡ്രൈ സാൻഡിന്റെ സെയിം വോളിയം കണ്ടീഷനിലോട്ട് എന്ത് ചെയ്യുന്നു? അത് വരികയും ചെയ്യും. ഓക്കെ, അതാണ് ഫുള്ളി സാച്ചുറേറ്റഡിന്റെ കേസിൽ സംഭവിക്കുന്നത്. ഡ്രൈ കണ്ടീഷൻ, ഇപ്പൊ ഡ്രൈ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ടർ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് സറൗണ്ടിങ്സ് വരുന്നു, അഗ്രിഗേറ്റ് പാർട്ടിക്കിൾ സറൗണ്ടിങ്ങിൽ വരുന്നു, അതിനെ കവർ ചെയ്യാണ്, കംപ്ലീറ്റ്ലി അതിനെന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു. അത് കവർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അത് സറൗണ്ടിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ തുടങ്ങും? പുഷ് ചെയ്യാൻ തുടങ്ങും. ഇനി ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ ഈ തിൻ ഫിലിംസ് എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ സറൗണ്ടിങ്ങിൽ ഫോം ചെയ്തിട്ടുള്ള തിൻ ഫിലിംസ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് ബ്രേക്ക് ആയി പോകും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫൈനസ് മോഡുലസ്. Fineness modulus is an empirical factor obtained by adding the cumulative percentage of aggregates retained on each of the standard sieves ranging from 80 mm to 150 micron and dividing this sum by 100. എന്താണ് ഫൈനലെസ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫൈനലെസ് മോഡുലസ് is an empirical factor. ഫൈനലെസ് മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? It is an empirical factor. ഒരു empirical factorനെയാണ് നമ്മൾ എന്ത് പറയുക? ഫൈനസ് മോഡുലസ് എന്ന് പറയുന്നത്. ഫൈനസ് മോഡുലസ് ഈസ് ആൻ എംപിരിക്കൽ ഫാക്ടർ. ഓക്കെ, അതിന് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ബൈ adding the cumulative percentage of aggregates retained on each of the standard sieves. അപ്പൊ 80 mm മുതൽ 150 mm വരെയുള്ള സീവ്സ് ഞാൻ എടുക്കുകയാണ്. 80 mm മുതൽ 150 മൈക്രോൺ വരെയുള്ള സീവ് ഞാൻ എടുക്കുന്നു. 80 mm മുതൽ 150 മൈക്രോൺ വരെ ഞാൻ സീവ് എടുക്കുന്നു. അപ്പൊ ഇതിൽ ഓരോ സീവിനകത്തും റീറ്റെയിൻ ചെയ്യുന്ന പെർസെന്റേജ് ഓഫ് അഗ്രിഗേറ്റ്സ് ഇത് എങ്ങനെ കിട്ടും? ബൈ ആൻഡ് ഡിവൈഡിങ് ദിസ് സം ബൈ 100. അതായത് ഈ ഓരോന്നിലും എത്ര റീറ്റെയിൻ ചെയ്യുന്നു, 80 mm എത്ര റീറ്റെയിൻ ചെയ്യുന്നു ഞാൻ എഴുതി. അപ്പൊ അതേ പ്ലസ് ഓരോ സീവിലും അതിനുശേഷം അങ്ങോട്ടുള്ള ഓരോ സീവിലും എത്ര റീറ്റെയിൻ ചെയ്തു അതിന്റെ ടോട്ടൽ സം എടുക്കുകയാണ്. ഓക്കെ, ആ ഓരോന്നിന്റെയും ടോട്ടൽ സം എടുക്കുന്നു, ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക?
100 ചെയ്യുക. അത് ആ കിട്ടുന്നതാണ് എനിക്ക് അതിനെയാണ് ഞാൻ ഫൈനലെസ് മോഡുലസ് എന്ന് പറയുക. അപ്പൊ ഫൈനലെസ് മോഡുലസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ എംപിരിക്കൽ ഫാക്ടർ ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ദ ക്യുമുലേറ്റീവ് പെർസെന്റേജ്. ആ ടേം ഓർമ്മിക്കുക, ക്യുമുലേറ്റീവ് പെർസെന്റേജ് ആണ്. അതായത് 80 mm മുതൽ 150 mm സ്റ്റാൻഡേർഡ് സീവിനകത്ത് ഓരോന്നിനകത്തും റീറ്റെയിൻ ചെയ്യുന്ന ഓരോ സീവിനകത്തും 80 mm മുതൽ 150 mm മൈക്രോൺ വരെയുള്ള ഓരോ സീവിനകത്തും റീറ്റെയിൻ ചെയ്യുന്ന എമൗണ്ട് ഓഫ് അഗ്രിഗേറ്റ് എത്രയാണെന്ന് നോക്കുക. ദെൻ അതിന്റെ സം ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഫൈനസ് മോഡുലസ് എന്താണ് എന്നുള്ള കാര്യം കിട്ടും. ഇറ്റ് ഇസ് ആൻ എംപിരിക്കൽ ഫാക്ടർ. Fineness modulus is generally used to indicate to get an idea of how coarse or how fine the aggregate is. Aggregate എത്രമാത്രം coarse ആണ് അല്ലെങ്കിൽ എത്രമാത്രം fine ആണ് എന്നുള്ള കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഫൈനസ് മോഡുലസ് നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫൈനസ് മോഡുലസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. മോർ ഫൈനസ് മോഡുലസ് വാല്യൂ, ഫൈനസ് മോഡുലസ് വാല്യൂ കൂടുതലാണ് അല്ലെങ്കിൽ മോർ ഫൈനസ് മോഡുലസ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് ഈസ് കോഴ്സർ ആണെന്നുള്ള കാര്യമാണ്. എത്രമാത്രം അഗ്രിഗേറ്റ് കോഴ്സർ ആണ് എന്നുള്ള കാര്യമാണ് മോർ ഫൈനസ് മോഡുലസ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി സ്മോൾ വാല്യൂ ഓഫ് ഫൈനസ് മോഡുലസ് ഇൻഡിക്കേറ്റ്സ്, അതായത് ഫൈനസ് മോഡുലസിന്റെ വാല്യൂ ചെറുതാണെങ്കിൽ അത് ചെറിയ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്രമാത്രം ഫൈനർ ആണ് അഗ്രിഗേറ്റ് എന്നുള്ള കാര്യമാണ്. ഫൈനസ് മോഡുലസ് വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എത്രമാത്രം കോഴ്സർ ആണ്, ഫൈനസ് മോഡുലസ് വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഫൈനർ ആണ് എന്നും മനസ്സിലാക്കാം.